الحمد لله. الحمد لله رب العالمين، وبه نستعين، والصلاة والسلام على رسوله الأمين وآله وصحبه غر الميامين، وعلى أزواجه الطاهرات الطيبات أمهات المؤمنين، ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു വേദിയെ ജീവിതം ഒരുക്കുന്നതിൽ പരിശ്രമിച്ച പണിയെടുത്ത ആദരണീയരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ലിനാൽ എല്ലാവർക്കുമുള്ള പ്രതിഫലം മഹത്തരമാക്കുമാറാകട്ടെ എന്ന് ഈ സമയം അള്ളാഹുവോട് ദുആയിരക്കുകയാണ്. ഇങ്ങനെ ഒരു വേദിയിൽ അള്ളാഹു നമ്മളെ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിലും ഒരിടം കാണാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിതാക്കളാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ്, അള്ളാഹു കനിയുന്ന ഒരു ഖൈറിന്റെ ലക്ഷണമാണ് വിശുദ്ധ ഖുർആൻ പഠിതാക്കളാവുക എന്നുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഈ ഒരു ഖൈറ് നേടാൻ മറ്റെല്ലാ ഉദ്യമങ്ങളും മാറ്റിവെച്ച് നീണ്ട വർഷങ്ങൾ ഖുർആൻ പഠിതാക്കളായി തുടർന്ന മഹത്തുക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു സുവിശേഷം അറിയിച്ചതിൽ അള്ളാഹു കനിയുന്ന ഖൈറ് തങ്ങളിൽ ആവോളം വർഷിക്കാനാണ്, ലഭിക്കാനാണ് ഈ നശ്വരമായ ദുനിയാവിൽ നമ്മുടെ പൂർവികർ വർഷങ്ങൾ, ചിലർ 40 വർഷം ഞാൻ ഖുർആൻ പഠനത്തിന്റെയും പഠിപ്പിക്കലിന്റെയും വേദിയെ ധന്യമാക്കിയത് നന്മ ലഭിക്കുന്നതിന് വേണ്ടിയാണ്, ശ്രേഷ്ഠത. ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് ഇമാം ബുഖാരിയുടെ നിവേദനത്തിലുണ്ട്. ആ ഒരു ശ്രേഷ്ഠത, അഫ്ദലി അഫ്ദലിയത്ത്, ആ ഒരു ഖൈർ ലഭിക്കുന്നതിന് വേണ്ടി ഖുർആൻ പാരായണം, പഠനം ഏറ്റവും ഷറഫായ ഇൽമാണ്. ഷറഫുൽ ഇൽം ബിശറഫിൽ മഅലൂം. പഠിക്കുന്നതെന്നോ അതിന്റെ ശ്രേഷ്ഠതയാണ് പഠനത്തിന്റെയും ശ്രേഷ്ഠത. പഠിക്കുന്നത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്. ഉണ്മയുടെ ലോകത്ത് അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠം അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണമായ അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ അത് പഠിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമാണ്. പക്ഷേ പഠനം അത് അള്ളാഹു വിധിച്ച നിലയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിലയിൽ നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു ധന്യത. ഖുർആൻ പഠനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സഹാബികളെ ശ്രദ്ധ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിച്ചിരുന്ന ഒരു മേഖല നമുക്ക് മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബികളിലേക്ക് ഇറങ്ങിയിട്ട് സൂറത്തുർ റഹ്മാൻ ആദ്യാന്തം ഓതി കേൾപ്പിച്ചു എന്നാണ്. സൂറത്തുർ റഹ്മാൻ. അപ്പോ തിരുനബിയുടെ ആ പാരായണം കേട്ട് സഹാബികൾ എല്ലാവരും സഖത്തു എന്നാണ്, മൗനികളായി ഭവ്യരായി അത് കേട്ടു എന്നുള്ളതാണ്. സാഭൂതം കേട്ടു. അള്ളാഹു കൽപ്പിച്ചത് അങ്ങനെയല്ലോ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കാതു കൊടുക്കണം, മൗനം വീക്ഷിച്ച് കേൾക്കണം എന്നുള്ളതാണ്. ആ ഒരു ഇസ്തിമാ, സാഗൂതം കേൾക്കൽ, ശ്രദ്ധം കേൾക്കൽ. അല്ലദീന
യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന എന്നാണ്. സാഹൂദം ഇത് കേൾക്കണം എന്നുള്ളതാണ്. സഹാബികൾ അങ്ങനെ കേട്ടു. പക്ഷെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തുർ റഹ്മാൻ ആദ്യാന്തം ഓതിയതിനു ശേഷം സഹാബത്തിനോട് പറഞ്ഞത്, കാനത്തിൽ ജിന്നു അഹ്സനു മർദൂദൻ മിൻകും, ജിന്നുകളാണ് നിങ്ങളെക്കാൾ ഏറ്റവും നല്ല രീതിയിൽ പ്രതികരിച്ചത് എന്നാണ്. അപ്പോ എങ്ങനെയാണ് ജിന്നുകൾ പ്രതികരിച്ചത് എന്നത് നബി തങ്ങൾ വിശദീകരിച്ചത്, കുല്ലമ്മ അന ഖറഅതു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, സൂറത്തുർ റഹ്മാനിൽ ആവർത്തിച്ചു വന്ന ആയത്താണല്ലോ. ഈ ആയത്ത് ഞാൻ ഓതുമ്പോഴെല്ലാം ജിന്നുകൾ പറയുന്നത്, മാലി ശൈഇൻ മിൻ നിഅമി റബ്ബിനാ നുകദ്ദിബ് ഫലക്കൽ ഹംദ് എന്ന, ഞങ്ങളുടെ റബ്ബേ നിന്റെ ഒരു അനുഗ്രഹങ്ങളെയും ഞങ്ങൾ കളവാക്കുകയില്ല, തീർച്ച നിനക്കാകുന്നു ഹംദുകളെല്ലാം, സ്തുതികളെല്ലാം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുർ റഹ്മാൻ ഓതി അതിൽ ആവർത്തിച്ചു വന്ന ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ജിന്നു വർഗമേ, ഇൻസ് വർഗമേ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന അള്ളാഹുവിന്റെ ആ ചോദ്യം വരുമ്പോഴെല്ലാം ജിന്നുകൾ അതിനോട് വികാരം നിർഭരമായിട്ട് പറഞ്ഞത്, റബ്ബെ നിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ കളവാക്കുകയില്ല, നിനക്കാകുന്നു സ്തുതികളെല്ലാം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിനെ പഠിപ്പിക്കുകയായിരുന്നു, ഈ ജിന്നുകൾ വചനങ്ങൾ കേട്ടപ്പോൾ അവർക്കുണ്ടായ സ്വാധീനം, എന്നിട്ടുണ്ടായ പ്രതികരണം, അതുപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പ്രതികരണ സ്വഭാവം ഉണ്ടാകണം എന്നുള്ളത്. ലൈലത്തുൽ ജിൻ എന്ന് പറഞ്ഞ ചില രാവുകൾ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഒരിക്കൽ മക്കയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഷ്ടപ്പെട്ടു രാത്രി. ഇസ്ലാസ്ലമ തങ്ങളെ ആരോ തട്ടിയെടുത്തതാണോ എന്ന ഭീതി ഉണ്ടായി. കാരണം ഇസ്ലാസ്ലമ തങ്ങൾ അപ്രത്യക്ഷമായി തെരഞ്ഞിട്ടൊന്നും കാണുന്നില്ല, പലയിടത്ത് തെരഞ്ഞു. പിന്നെ പുലർച്ചയോടനുബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പൊ റസൂലെ നിങ്ങൾ എവിടെയായിരുന്നു, ഞങ്ങളെ രാത്രി മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചു തെരഞ്ഞു, ഞങ്ങൾ രാത്രി കഴിച്ചു കൂട്ടിയത് ഷർറ ലൈല, ഒരു പ്രയാസത്തിന്റെ രാവായിട്ടാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിന്നുകളുടെ ക്ഷണമുണ്ടായിരുന്നു, ഞാൻ ആ ക്ഷണപ്രകാരം അവർക്ക് ഖുർആൻ ഓതി കൊടുക്കാൻ പോയതായിരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് ആ സംഗമത്തിലാണ് സൂറത്തുൽ ജിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഓതി കൊടുത്തത് എന്നാണ്. അപ്പോൾ പിന്നെ ജിന്നുകളുടെ ഭക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എല്ല് കൊണ്ട് റോസ് കൊണ്ടൊക്കെ മലമൂത്ര വിസർജനം വെടുപ്പാക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുന്നതൊക്കെ ആ രാത്രിയാണ്. കാരണം അതൊക്കെ ജിന്നുകളുടെ ഭക്ഷണമാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനെ തുടർന്നാണ് ഇത് വിലക്കുന്നത്. ഏതായാലും പിന്നെ റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തുണ്ടായ ഒരു പിന്നെ ജിന്നുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിന്നെ ഒരു വിഷയമാണത്. മറ്റു ചില സംഭവങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ സഹാബത്തിനെ പഠിപ്പിച്ച വിഷയം, വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ആ സ്വാധീനവും നമ്മുടെ പ്രതികരണവും ഒക്കെ, അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ, നമ്മൾ പാരായണം പഠിക്കണം, മഹനീയമായ ഇൽമാണത്, തജ്വീദും അതേപോലെ തന്നെ മഖാരിജും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് വറത്തിലിൽ ഖുർആന തർത്തീല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ തർത്തീലാവുകയുള്ളൂ. നമ്മളോട് ഖുർആൻ ഓതു എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ തർത്തീൽ നടത്താനാണ്. റത്തിൽ ഖുർആന തർത്തീല, പിന്നെ വ്യാകരണം പഠിച്ചവർക്കറിയാം, റത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ അക്ഷരം പെറുക്കി തജ്വീദോട് കൂടിയുള്ള അവധാനതയുള്ള പാരായണമാണ്. അള്ളാഹു സുബ്ഹാനഹു റത്തിൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, പിന്നെയോ മസ്ദർ കൊണ്ടുവന്നു തർത്തീല, മഫ്ഊൽ മുത്ലഖ് എന്ന് പറയും. അപ്പൊ
നന്നായി അക്ഷരശുദ്ധിയിൽ അവധാനതയിൽ പാരായണം നിർവഹിക്കുന്നതിനെയാണ് ആ പ്രയോഗം അറിയിക്കുന്നത്. അത് മുഖ്യമാണ്. അത് മുഖ്യ പരിഗണനയിൽ, പ്രഥമ പരിഗണനയിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. അപ്പോഴാണ് ശരിക്കും ആശയവും അർത്ഥവും ഒക്കെ ബോധ്യപ്പെടുന്ന, പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ് ഇങ്ങനെ തന്നെ ഇങ്ങനെ പാരായണം തന്നെ ചെയ്യണം എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വിശുദ്ധ ഖുർആൻ കേൾക്കുകയും എന്നിട്ട് അതിൽ സ്വാധീനിക്കുകയും എന്നിട്ട് അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇദാ മർറ ബി ആയത്തി റഹ്മത്തിൻ സഅൽ, റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്ന വചനം വന്നാൽ അതിനെ ചോദിക്കുക. ഇപ്പോ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, അവിടെ അള്ളാഹിനോട് റഹ്മത്തിനെ ചോദിക്കുക. അല്ലാഹുമ്മ അർഹംനി അല്ലെങ്കിൽ അല്ലാഹുമ്മ അർഹംന. വഇദാ മർറ ബി ആയത്തി അദാബിൻ, അദാബ് പറയുന്ന ആയത്ത് വരുമ്പോൾ അവിടെ ഇസ്തജാറ അല്ലെങ്കിൽ തഅവ്വദ, രക്ഷാത്തേട്ടം നടത്തുക. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അപ്പൊ അവിടെ അള്ളാഹുവെ നിന്റെ അദാബിൽ നിന്ന്, ഇഖ്നി അദാബക്, നീ എന്നെ കാക്കി എന്ന് പറയാ. വഇദാ മർറ ബി ആയത്തി തൻസീഹിൽ, അള്ളാഹ്ക്ക് തൻസീഹിന്റെ, അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുന്ന വല്ല ആയത്തും കടന്നു പോവുകയാണ് എങ്കിൽ സബ്ബഹ്, തസ്ബീഹ് നിർവഹിക്കുക. വസബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല യുസബ്ബിഹു الرعد ബിഹംദി വൽ മലായികതു മിൻ ഖീഫതി. ഇങ്ങനെയൊക്കെ തസ്ബീഹ്, യുസബ്ബിഹു ലില്ലാഹ് മാ ഫിസ് സമാവാത്ത്, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പ്രതികരിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ സഹാബികൾ പഠിച്ചതാണ്, കേട്ടതാണ്. അപ്പൊ അത് അപ്പൊ അവിടെ നമുക്ക് ഇതൊക്കെ ചോദിക്കാൻ, രക്ഷാത്തേട്ടം നടത്താൻ, തസ്ബീഹ് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്താണ് ഓതുന്നത് എന്ന് നമുക്ക് തെரியപ്പെടേണ്ടതുണ്ട്, ബോധ്യപ്പെടേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടല്ലോ, ഒരു കാലത്ത് സൂറത്തുൽ ഫാത്തിഹന്റെ മാന പോലും വശമില്ലായിരുന്നു, അറിവില്ലായിരുന്നു. കാരണം പലപ്പോഴും പൗരോഹിത്യം മുസ്ലിമീങ്ങൾ അടക്കി വാണിരുന്ന കാലഘട്ടത്തിൽ ഫാത്തിഹന്റെ മാന പോലും പഠിക്കൽ വാജിബല്ല എന്ന നിലക്കൊക്കെ, വേണ്ടതില്ല എന്ന നിലക്കൊക്കെ പ്രചരണം നടത്തിയതിനാലാണ് ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടായത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളിൽ, മാലമൗലൂദുകളിൽ ഒക്കെ മുസ്ലിമീങ്ങൾ കാലം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. പിന്നെ മുസ്ലിമീങ്ങളിൽ പലരെയും ഭൗതികത കീഴടക്കി. സംഗീതങ്ങളും അതേപോലെ സംഗീതമയമായ പാട്ടുകളും നടനങ്ങളും നൃത്തനങ്ങളും ഒക്കെ മുസ്ലിമീങ്ങളെ കീഴടക്കിയിരുന്ന ദുരവസ്ഥ ഭൗതികമായി. അതുകൊണ്ട് തന്നെ കവി പറഞ്ഞില്ലേ, ഖംറുൽ ഉഖൂലി അദറു മിൻ ഖംറിൽ ജുസൂം കദാ യഖൂലുൽ ആലിമുർ റബ്ബാനി. ഖംറുൽ ഉഖൂൽ, തലച്ചോറിനേൽക്കുന്ന ലഹരി, അത് അദറു മിൻ ഖംറിൽ ജുസൂം, വയറ്റിലേക്ക് കുടിച്ചിറക്കുന്ന ലഹരിയേക്കാൾ ഉപദ്രവകാരിയാണ്. രണ്ട് ലഹരിയുണ്ട്. ഒന്ന് ഖംറുൽ ഉഖൂൽ, തലച്ചോറിന് ഏൽക്കുന്ന ലഹരി, അത് സംഗീതാണ്. അത് അദർ, ഏറ്റവും ഉപദ്രവകരമാണ് മിൻ ഖംറിൽ ജുസൂം, കുടിച്ച് ഇറക്കുന്ന മദ്യത്തേക്കാൾ. ഉഫ്ഫിൻ ലിഅസ്രി ഹദാറത്തിൻ ഫീഹാ ഗദൗ കൽ ജാഹിലിയ്യത്തി അവ്വലൽ അസ്മാനി. ആദ്യകാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ കഴിഞ്ഞിരുന്ന ഒരു ദുരന്തമുണ്ട്, ദുരന്തകാലം. അക്കാലഘട്ടമാണ് പലപ്പോഴും ഈ ഇത്തരം സംഗീതങ്ങളും നൃത്തങ്ങളും നടനങ്ങളും ഒക്കെ പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ച. അത് കവി അതുകൊണ്ട് പറയുന്നത് ഉഫ്ഫിൻ ലിഅസ്രി ഹദാറത്തിൻ, ഒരു കാലഘട്ടത്തിന്റെ സംസ്കാരം അത് വിദൂരപ്പെടട്ടെ എന്നാണ് പറയുന്നത്. ഹുബ്ബുൽ കിതാബി വ ഹുബ്ബു അൽഹാനിൽ ഗിന ഫി ഖൽബി അബ്ദിൻ ലൈസ യജ്തമിയാനി. ഹുബ്ബുൽ കിതാബ്,
അള്ളാന്റെ കിതാബിനോടുള്ള മഹബത്തും വഹുബ്ബു അൽഹാനിൽ ഗിന, സംഗീതമായ മയമായ പാട്ടുകൾ അതിനോടുള്ള മഹബത്തും ഫീ ഖൽബി അബ്ദിൻ ലൈസ യജ്തമിയാനി, ഒരു ദാസന്റെ കൽബിൽ സന്ധിക്കയില്ല, ഒന്നിക്കൂല. ഒന്നുകിൽ സംഗീതം, അല്ലെങ്കിൽ കിതാബിനോടുള്ള സ്നേഹം, രണ്ടാൽ ഒന്നേ നിലനിൽക്കൂ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് പിൽക്കാലത്ത് പലർക്കും സംഭവിച്ചത് എന്താണ്? ഒരു വിഭാഗം ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പൂണ്ട് മാലമൗലൂദുകളിലും മറ്റുമൊക്കെ ആശ്രിതരായി അതിൽ തിളങ്ങിയപ്പോൾ മറ്റൊരു വിഭാഗം ഭൗതികതയിൽ ഇങ്ങനെ ഉപ്പുകുത്തുന്ന ഒരവസ്ഥ വന്നു. പക്ഷെ നമ്മൾ നമ്മുടെ സച്ചരിതരുടെ ജീവിതത്തിൻ്റെയെങ്കിൽ അവർക്ക് അവരുടെ ജീവിതഹരം, ജീവിതത്തിൽ അവരുടെ ആനന്ദം ഈ കിതാബിൽ പഠിതാക്കളായി, അത് പാരായണം നിർവഹിക്കുന്നവരായി, അതിൽ നിരീക്ഷണവും ചിന്തയും ഒക്കെ നട്ടുകൊണ്ടുള്ള അവരുടെ പഠന ജീവിതമായിരുന്നു. 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവർ ഖുർആൻ ആദ്യാന്തം ഓതിയതിൽ അവരുടെ തെജ്രിബ പങ്കുവച്ചത് ചരിത്രത്തിൽ വായിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഖുർആൻ ആദ്യാന്തം ഓതി, വിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായി ബോധ്യപ്പെട്ട ആയത്ത് അർജ ആയത്തിൻ ഫി കിതാബിലാണ്. അങ്ങനെയുണ്ട്. വിശുദ്ധ ഖുർആനെ പഠനം നടത്തിയിട്ട് പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രതീക്ഷയേറ്റുന്ന ആയത്ത് ഏതാണ് കണ്ടെത്തിയവരുണ്ട്. ഏറ്റവും അഹ്വഫു ആയ, പേടി നൽകുന്ന ആയത്ത് ഏതാണ്? ആദലുവായ, ഏറ്റവും നീതി ബോധം അല്ലെങ്കിൽ നീതിയുടെ ആയത്തെന്ന് നമുക്ക് വിധിക്കാവുന്ന ആയത്ത് ഏതാണ്? അതേപോലെ അഹ്കമു ആയ, ഏറ്റവും യുക്തിപരം എന്ന് വിധിക്കാവുന്ന, എല്ലാം യുക്തിപരമാണ്, പക്ഷെ ഏറ്റവും യുക്തിപരം എന്ന് വിധിക്കാവുന്ന ആയത്ത് ഏതാണ്? ഇതൊക്കെ പൂർവികരുടെ പഠനത്തിലെ കണ്ടെത്തലുകളാണ്. അപ്പൊ അഹ്വഫു ആയ എന്നുള്ളതിൽ ചിലർ കണ്ടെത്തിയത് മൻ അമില സൂഅൻ യുജ്സ ബി, ആരാണോ ഒരു തിന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവന് കിട്ടും. അത് ചെയ്യുന്നവൻ ആരാകട്ടെ, ചെയ്യുന്നത് എത്ര അളവാകട്ടെ, യുജ്സബി, അത് ഏറ്റവും പേടിപ്പിക്കുന്ന ആയത്തായിട്ട് കണ്ടെത്തിയവരുണ്ട്. ആദലുവായ, ഏറ്റവും നീതി ദ്യോതിപ്പിക്കുന്ന വചനം പഠനത്തിൽ കണ്ടെത്തിയവർ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്ന ആയത്തായിട്ട് കണ്ടെത്തിയവരുണ്ട്. ഇതേപോലെ അഹ്കമു ആയ കണ്ടെത്തിയവർ ഏറ്റവും വിജ്ഞാനം തുളുമ്പുന്ന യുക്തിപൂർണമായിട്ടുള്ള ആയത്ത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന ആയത്തിനെ അത് കണ്ടെത്തിയവരുണ്ട്. ഇങ്ങനെ അതൊരു പിന്നെ പഠനത്തിന്റെ വലിയ ഒരു മേഖലയാണ്. ഇവിടെ അർജ ആയ, ഏറ്റവും പ്രതീക്ഷ സമ്മാനിക്കുന്ന ആയത്തേതി എന്ന ചോദ്യത്തിൽ അതിനെ കണ്ടെത്തൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടെത്തിയത് ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതി എന്ന ആയത്താണ്. എല്ലാവരും അവരുടെ ശാക്കിലത്തിനനുസരിച്ച് വർത്തിക്കുന്നു. അടിമകൾ അവരുടെ പ്രകൃതം തെറ്റ് വന്നു പോകുന്ന പ്രകൃതാണ്. അള്ളാഹുവിന്റെ പ്രകൃതം തെറ്റ് ചെയ്യുന്നവർക്ക് അവർ മാപ്പാക്കുന്നു, തേടുന്നു എങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ള പ്രകൃതാണ്. അപ്പോ ദാസന്മാരിൽ നിന്ന് തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയെ ജ്യോതിപ്പിക്കുന്ന വചനായത് കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അർജ ആയ, ഏറ്റവും പ്രതീക്ഷ പരത്തുന്ന ഏകുന്ന വചനമായിട്ട് ഇത് ബോധ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹവും ഖുർആൻ ആദ്യാന്തം ഓതിയപ്പോൾ അദ്ദേഹത്തിന് അർജ ആയ, ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്തായിട്ട് ബോധ്യപ്പെട്ടത് സൂറത്തു മുഅ്മിനിലെ തുടക്ക ഭാഗം, അതിൽ غافر الذنب قابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير എന്ന ആയത്താണ്. അത് ഉമർ റളിയല്ലാഹു തആല അൻഹു വലിയ സ്വാധീനം ഉണ്ടാക്കിയ ആയത്താണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു തഫ്സീർ ഇബ്നു കസീറിൽ നമ്മൾ ചരിത്രം വായിക്കും. ഉമർ ഒരിക്കൽ ആളുകളോട് ചോദിച്ചു, ഷാമിൽ നിന്ന് ഒരു വ്യക്തി, ഒരു മല്ലൻ, ഒരു കരുത്തൻ ഉമറിനെ കാണാൻ എപ്പോഴും വരുമായിരുന്നു. പിന്നെ അയാൾ അപ്രത്യക്ഷമായി, വരുന്നില്ല. അപ്പൊ ഉമർ ചോദിച്ചു, നമ്മളുടെ അടുക്കൽ എപ്പോഴും വരാറുണ്ടായിരുന്ന ഒരു മല്ലനായ മനുഷ്യനുണ്ടല്ലോ, അയാൾ എവിടെ ഇപ്പൊ? അപ്പൊ അയാൾ ഉമറിനോട് പറഞ്ഞ ആളുകൾ, അമീറുൽ മുഅ്മിനീൻ,
അയാൾ ഉബ്തുലി ബിഹാദ ഷറാബ്, മദ്യപാനത്തിൽ പരീക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് അയാൾ ഇപ്പം ഇങ്ങനെ വരുന്നില്ല എന്ന് പറയും. അപ്പൊ ഉമറിന് അത് കേട്ട് ഭയങ്കര വിഷമായി. അത്ര നല്ലൊരു ഒരു കൗതുകമുള്ള ഒരു കരുത്തനായ മനുഷ്യനായിരുന്നു. അപ്പൊ ഉമർ അള്ളാഹു ഉടനെ എഴുത്തുകാരനെ വിളിച്ച് ഉമറിന്റെ ലെറ്ററുകളൊക്കെ തയ്യാറാക്കുന്ന ആളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ താൽ ഉക്തു, എഴുതാൻ പറഞ്ഞു. അങ്ങനെ അമീർ മുഅ്മിനീൻ ഉമർ ഒരു കത്ത് എഴുതി. ആ കത്തിൽ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് സലാമൊക്കെ ഓതി ഹംദൊക്കെ തുടങ്ങിയതിന് ശേഷം ഉമർ എഴുതിയത് ഇതാണ്: അഹ്മദുല്ലാഹ തആല ഇലൈക് എന്ന് പറഞ്ഞിട്ട് അല്ലദി പറഞ്ഞിട്ട് ഗാഫിറു الذنب قابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. ഇത്ര മാത്രം. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. അത് മാത്രം എഴുതിയിട്ട് കത്ത് ശരിയാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തയക്കാം, ഷാമിലേക്ക്, മദീനയിൽ നിന്ന്. ആ കത്തയിട്ട് അയാളുടെ അടുക്കൽ ചെന്ന് ആ കത്ത്, അമീറുൽ മുഅ്മിനീന്റെ കത്ത് ആ വ്യക്തി വായിച്ചു. അയാൾ വായിച്ചിട്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു, വികാരഭരിതമായി. അദ്ദേഹം കത്ത് വായിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് വായിക്കുന്നത് ഏതറിയോ? غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو. അതാണ് വായിക്കുന്നത്. അത് ആവർത്തിച്ച് വായിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, غافر الذنب, പാപം പൊറുക്കുന്നവൻ, വഖാബിൽ തൗബ്, തൗബ സ്വീകരിക്കുന്നവൻ, ഷദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ. എന്നിട്ട് പറയണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരുമെന്നുള്ള വാഗ്ദാനം, തൗബ സ്വീകരിക്കുമെന്നുള്ള വാഗ്ദാനം, അതിനെയാണ് മുന്നിൽ പറഞ്ഞത്, പിന്നെയാണ് ശിക്ഷയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം അള്ളാഹു എനിക്ക് പുറത്തു തരുന്നതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു എന്നുള്ള കാര്യം അത് ഊന്നി അതെടുത്ത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അത് വായിക്കുകയും അയാൾ എന്നാണ്, അയാൾ വല്ലാത്ത തോബിയാണ് ചെയ്തത്, കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. മാത്രമല്ല ഈ കത്ത് കൊടുത്തയച്ചപ്പോൾ അമീർ മുഅ്മിനീൻ ഉമർ ആളുകളോട് പറഞ്ഞു, ഉദുല്ലാഹ ലി അഖീകും, നിങ്ങളുടെ ആ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റാനും അദ്ദേഹത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാനും എന്നൊക്കെ റസൂൽ ഉമർ ആളുകളോട് പറയുന്നുണ്ട്. ആ മനുഷ്യൻ നന്നായി. ഇവര് കസീർ ആ ചരിത്രം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ചരിത്രം മാരിഫത്ത് സഹാബയിലെങ്ങാണ്ട് പിന്നെ അബൂ നുഐമൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു വലിയ ചരിത്രമാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് അമീറുൽ മുഅ്മിനീൻ ഉമറിനെ സ്വാധീനിച്ച ഏറ്റവും പ്രതീക്ഷ പരത്തുന്ന ആയത്ത് ഈ ആയത്താണ്. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖുർആൻ ഇതേപോലെ ആദ്യാന്തം പാരായണം ചെയ്ത് പഠിച്ച മഹാനാണ്. അദ്ദേഹം പറയുന്നത്, എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രതീക്ഷ സമ്മാനിക്കുന്ന ആയത്ത് ഞാനത് കേൾപ്പിച്ചു ഇതിനു മുമ്പ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം വനബ്ബിഉഹും അൻ ളൈഫി ഇബ്രാഹിം ദഖല അലൈഹി ഫഖൽ. സൂറത്ത് ഹിജ്റിലെ ആയത്ത്. ആ അവിടെ എന്തുകൊണ്ട് അത് ഏറ്റവും പ്രതീക്ഷ പരത്തുന്ന ആയത്തായത്? നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഗഫൂർ അർ റഹീം എന്ന് അള്ളാഹിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. പിന്നെയാണ് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, അള്ളാഹു ശിക്ഷിക്കുന്നവനാണെന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നന്നായിട്ട് സ്വാധീനിച്ചു. ഈ ഒരു മുൻഗണനാക്രമം, അതിൽ മഗ്ഫിറത്തും മർഹമത്തും ഉള്ളവനാണ് അള്ളാഹു എന്നതിനെ മുന്തിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. എന്നാൽ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, സഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഇവരുടെയൊക്കെ ഖുർആന്റെ പാരായണത്തിൽ പഠനത്തിൽ അവർക്ക് അർജാ ആയ, ഏറ്റവും പ്രതീക്ഷയിൽ ജീവിതം തള്ളി നീക്കാൻ, തുടർത്താൻ പ്രതീക്ഷ നൽകിയ ആയത്ത് അത് സൂറത്തു സുമറിലെ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം എന്ന ആയത്താണ്. അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിനെ കുറിച്ച് ആയത്തിൻ ഫീ കിതാബില്ലാഹ്, ഇബ്നു അബ്ബാസും ഇബ്നു ഉമർ ഒക്കെ ഇതാണ് പറഞ്ഞത്. ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ ഫതുൽ ഖദീറിൽ
ഈ ആയത്തിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുകയും അതിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ ആയത്തിനെ കൂടുതൽ പേരും തഫ്സീറുകളിൽ പല തഫ്സീറുകളിലും വായിക്കും. ഈ ആയത്താണ് ഒരു വ്യക്തിയെ പ്രതീക്ഷയിൽ, പേടിയിൽ തളച്ചിടാതെ പ്രതീക്ഷയിൽ വളർത്തുന്ന ആയത്ത്. അതിൽ എന്തുകൊണ്ട്? അത് ഒരു സുന്ദരമായ പഠന വിഷയമാണ്. പലപ്പോഴും ഈ തഫ്സീറുകളിലും അതേപോലെ തന്നെ ഈ ഉലൂമുൽ ഖുർആൻ വിജ്ഞാനങ്ങളുടെ വിഷയത്തിൽ വിശ്രുതമായ രചനകളിലും സലഫുകളുടെ പല ചരിത്രങ്ങളിലുമൊക്കെ സുഹൃത്ത് സുമറിലായിട്ട് 51-ാമത്തെ ആയത്ത് അലാ കുല്ലി അതിൽ കുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, മൊത്തത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കാൻ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിച്ച്, ആ അള്ളാഹു എന്റെ അടിമകളെ എന്ന് വിളിക്കുന്ന ആളുകൾ അവരാരാ? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റ് ചെയ്തവരാണ്. എങ്ങനെ തെറ്റ് ചെയ്തവർ? അസ്റഫു എന്നാണ്. ഇസ്രാഫ് നമുക്കറിയാം, സ്വത്തൊക്കെ ദുർവ്യയം ചെയ്യുന്നതിനാണ് ഇസ്രാഫ് അറിയാം. ലാ തുസ്രിഫ്, ഒരാൾ തിന്നുമ്പോൾ കുടിക്കുമ്പോൾ ഇസ്രാഫ് വരും. കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നോളി കുടിച്ചോളി, നിങ്ങൾ ഇസ്രാഫ് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ, ദുർവ്യയം. അതാണ് ഇസ്രാഫ്. ആ പ്രയോഗം ഇവിടെ കൊണ്ടുവന്നത് അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റ് ചെയ്യുന്നതിൽ ഇസ്രാഫ്. അവരെയാണ് അല്ലാഹു യാ ഇബാദി, എന്റെ ദാസന്മാരെ എന്ന് വിളിക്കുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദ് ഖാദി ഇയാം രണ്ടു വരി കവിത ചൊല്ലിയത് ഇത്തരണത്തിൽ ഓർമ്മയിൽ വരികയാണ്. അതിൽ പറയുന്നത്, വമിമ്മാ സാദനി ശറഫൻ വഇസ്സ വകിത്തു ബിഅഖ്മസി അദഉ സുറയ്യ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി വഅൻ സയ്യർത ലി അഹ്മദ നബി വഅൻ സയ്യർത അഹ്മദ ലി നബിയ എന്നാണ്. വളരെ ഭംഗിയിൽ അദ്ദേഹം ഒരു കാര്യം പറയണത് എന്താ അറിയോ? വമിമ്മാ സാദനി ഇസ്സൻ വശറഫ, എനിക്ക് പ്രൗഢിയും എനിക്ക് സ്ഥാനവും ഷറഫും അധികരിപ്പിച്ച കാര്യമാണ്. അതേപോലെ വകിത്തു ബി അഖ്മസി അദഉ സുറയ്യ, എന്റെ കാൽ പാദം കാർത്തിക നക്ഷത്രത്തിന്റെ മുകളിൽ ഊന്നി ഞാൻ അത്ര ഉന്നതിയിൽ വിരാജിക്കാൻ മാത്രം പ്രൗഢി എനിക്ക് ഉണ്ടായ, അല്ലെങ്കിൽ എന്നിൽ ഉണ്ടാക്കിയ വിഷയം എന്താ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയണേ, എനിക്ക് ഷറഫ്, ഇസ്, പ്രൗഢിയും അതേപോലെ സ്ഥാനവും ഉണ്ടാക്കിയ കാര്യം, അതേപോലെ ഞാൻ ലോകത്തിന്റെ നെറുകയിലാണ് എന്റേത് എന്ന് എനിക്ക് തോന്നിപ്പോയ കാര്യം, ദുഖൂലി തഹ്ത ഖൗലിക് യാ ഇബാദി, യാ ഇബാദി എന്ന് അള്ളാഹു നീ വിളിച്ചപ്പോൾ ആ വിളിയിൽ ഞാനും ഉൾപ്പെട്ടല്ലോ എന്നുള്ളതാണ്. എന്റെ ദാസന്മാരെ എന്ന് അള്ളാഹു വിളിക്കുമ്പോൾ അതിലൊരാളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ അഭിമാനം, എന്റെ സ്ഥാനം എന്നാണ് പറയുന്നത് ഖദിയ. പിന്നെ അദ്ദേഹം പറയണം, അൻ സയ്യർത അഹ്മദ് അലി നബിയ, എനിക്ക് അഹ്മദായ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ നബിയായി നിശ്ചയിച്ചു എന്നുള്ളതുമാണ് എന്റെ അഭിമാനം, എന്റെ പ്രൗഢി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇവിടെ യാ ഇബാദി എന്ന അള്ളാഹു, എന്റെ ദാസന്മാരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുമ്പോൾ ആ വിളിയിൽ ഒരാളാകുക എന്നുള്ള ആ ഒരു വികാരം ഖദീജ റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെ ഉദ്ധരിച്ചു. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു എന്റെ ദാസന്മാരെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും തന്റെ കാരുണ്യത്തിന്റെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിളിയാണ്. എന്നിട്ട് പറയുന്നത് ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുതേ എന്നാണ്. അള്ളാഹു എത്രമാത്രം മഹനീയമായ കനിവും കാരുണ്യവും ഉള്ള നാഥനാണ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം അത് വിപുലമാണ്, വിശാലമാണ്. ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുതേ എന്ന് അവരോടും അള്ളാന്റെ വസീയത്താണ്. എന്നിട്ട് അതിന് കാരണം പറയാണ്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റുകളും പൊറുക്കും. അത് അള്ളാഹു തീർച്ചപ്പെടുത്തി പറഞ്ഞു. യഗ്ഫിറു ദുനൂബ്, അദ്ദുനൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അൽഫ്ലാം എല്ലാ കുറ്റങ്ങളെയും പാപങ്ങളെയാണ് അറിയിക്കുന്നത്. എല്ലാ കുറ്റങ്ങളും എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കും. അദ്ദുനൂബ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അർത്ഥം വന്നു. പക്ഷെ എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി തൗക്കീദ് ചെയ്യാണ്, ജമീഅൻ. ഇന്ന എന്നുള്ളത് തൗക്കീദാണ്,
ജമിയൻ എന്നുള്ളത് തൗഹീദാണ്. അദ്ദുനൂബ് എന്നുള്ളത് എല്ലാ പാപങ്ങളെയും അറിയിക്കുന്ന പ്രയോഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശൈലി, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്നത് കാരണത്താൽ ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാന്റെ റഹ്മത്തിൽ നിരാശപ്പെടരുത് എന്ന് പറയാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സബബിന്റെ, ഈ കാരണത്തിന്റെ കാരണം പറയണം. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. എന്താ കാരണം? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. തീർച്ചയായും അവൻ അവൻ അൽ ഗഫൂറുർ റഹീം ആകുന്നു. അൽ ഗഫൂർ അർ റഹീം എന്ന് പറഞ്ഞ സീഗത്തുൽ മുബാലഗ എന്ന് പറയും, അഗാധാർത്ഥ പ്രയോഗം. അൽ ഗഫൂർ, ഒരാളുടെ പാപം അതെത്ര എണ്ണമുള്ളതാണെങ്കിലും, അതിനെത്ര വണ്ണമാണെങ്കിലും, കെമ്മിലും കൈഫിലും, എണ്ണത്തിലും വണ്ണത്തിലും എത്ര വലുതാണെങ്കിലും, അൽ ഗഫൂർ, ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു. ഗാഫിർ എന്നല്ല, അൽ ഗഫൂർ എന്നാണ് പറഞ്ഞത്. പുറത്തു തരും. അതുകൊണ്ടാണ് ഹാജിമാരോട് പറഞ്ഞില്ലേ, വലുക്കാനത്ത് ദുനൂബുക്കും അദദ റമലി ഔ കസബദിൽ ബഹരി ലഗഫർതുഹ ലക്കും. ഹാജിമാരെ, നിങ്ങളുടെ തെറ്റുകൾ മണൽത്തരികളുടെ എണ്ണം ഒത്തതാണെങ്കിലും സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും ലഗഫർതുഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് പൊറുക്കും. എത്ര എണ്ണം ഉണ്ടെങ്കിലും അള്ളാഹു പൊറുക്കും. ഇനി എത്ര വണ്ണത്തിലാണെങ്കിലും. അത് ഹദീസിൽ പറഞ്ഞില്ലേ, കുദ്സിയായ ഹദീസിൽ, ലൗ ബലഗത് ദുനൂബുക്കും അനാനസ്സമ, നിങ്ങളുടെ തെറ്റുകൾ വാനത്തിലെ മുകിലുകളോട് വലിപ്പമൊത്തതാണെങ്കിലും ലഗഫർതുഹ ലക്കും വല ഉബാലി, ഞാൻ പുറത്തു തരും, ഞാൻ പ്രശ്നാക്കൂല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഒരാളുടെ തെറ്റുകൾ എത്ര എണ്ണമുള്ളതാണെങ്കിലും, എത്ര വണ്ണമുള്ളതാണെങ്കിലും, കെമ്മിലും കൈഫിലും എത്രയാണെങ്കിലും അള്ളാഹു പൊറുക്കുന്നവനാണ് ഗഫൂർ. ഒരാൾ പൊറുക്കുന്നത് അയാളുടെ മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോഴാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു അത് പുറത്തു തരിക എന്നുള്ളത് തന്നെ വലിയതാണ്. പക്ഷെ അത് പുറത്തു തരുന്നതോടൊപ്പം അള്ളാഹു കരുണയും തരും. കരുണയും തരും. റഹീം, അള്ളാഹു റഹ്മത്തും തരും. അതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പുറത്തു തരുന്നതിന് അപ്പുറം റഹ്മത്ത് കൂടി തരുന്നിട്ടുള്ള അള്ളാഹുവാണ്, തരുന്ന അള്ളാഹുവാണ്. അതാണ് അൽ ഗഫൂർ റഹീം. ഏതായാലും എന്തുകൊണ്ട് ഈ ആയത്ത് ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്തെന്ന് അലി റളിയല്ലാഹു അൻഹു വിധിച്ചു, ഇബ്നു അബ്ബാസ് വിധിച്ചു, ഇബ്നു ഉമർ വിധിച്ചു, പിൽക്കാലക്കാർ വിധിച്ചു? അത് ഈ ആയത്തിന്റെ ആശയങ്ങളും തേട്ടങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം അള്ളാഹു എല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഈ ആയത്തെ അവസാനിപ്പിക്കുന്നില്ല. ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ആയത്ത് ഓതിയിട്ട് നിർത്താൻ പാടില്ല, പിന്നെയോ അതിന്റെ തുടർച്ച ഓതണം. അതെന്താ? വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് പശ്ചാത്തപിച്ച് മനസ്താപമുള്ളവരായി മടങ്ങുകയും വഅസ്ലിമൂ ലഹു, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കുകയും വേണം. തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അള്ളാഹു പൊറുക്കും. പക്ഷെ ആർക്ക് പൊറുക്കും? വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇതിനെ തുടർന്നുള്ള ആയത്തിൽ എന്താ പറഞ്ഞത്? വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും. ഇതൊക്കെ ഈ ആയത്തിന്റെ തുടർച്ചയാണ്. ഇവിടെ ഓതി വെക്കരുത്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഈ ആയത്തിനെ തുടർത്തിയിട്ട് തൗബ വേണം, പശ്ചാത്താപം വേണം, നല്ല രീതിയിൽ അമല് വേണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊറുക്കുന്ന കരുണാവാരിധി, കരുണാമയൻ എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ബോധനം. അതുകൊണ്ടാണ് പൂർവികരിൽ പലർക്കും ഇത് ഏറ്റവും പ്രതീക്ഷ പരത്തുന്ന വചനമാക്കി ബോധ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ എന്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഈ പഠനം, വിശുദ്ധ ഖുർആൻ പഠനം, അത് നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ, അത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ട് നമുക്ക് നന്മയിൽ മാതൃകയായ മഹത്തുക്കൾ അവർ അഭ്യസിച്ചതുപോലെ, അവർ ശീലിച്ചതുപോലുള്ള രീതിയിലുള്ള പഠനവും അതേപോലെ തന്നെ അന്വേഷണവും അഭ്യസിക്കലുമാകണം എന്നുള്ളതാണ്. അതിന് നമുക്കൊക്കെ പ്രചോദനമാകാൻ ചില ചരിത്രങ്ങൾ അത് ഇവിടെ ഉണർത്തി എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ ഈ ഒരു വേദി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വേദി ഇപ്രകാരം സ്ഥിരപ്പെടുത്തിയ നാഥൻ ഇതിനെ സ്ഥിരപ്പെടുത്തിയവർക്കുള്ള പ്രതിഫലം മഹനീയമാക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഹ്ലുകാർ, അവര് അഹ്ലുൽ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ, അവർ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആളുകളാണ്. ഖുർആൻ പാരായണം ചെയ്തും പഠിച്ചും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും ഒക്കെ ഉള്ള ആളുകൾ, അവർ അള്ളാഹുവിന്റെ പ്രത്യേകക്കാർ എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകമായിട്ടുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള മെമ്പർമാർ നമുക്ക് എത്ര സ്വാർത്ഥവും എത്ര ഇഷ്ടവുമാണ്. അള്ളാഹു നമ്മളുടെ പിന്നെ അള്ളാഹുവിന്റെ കുടുംബക്കാരായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ചേരുമ്പോൾ, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായി നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹു നമ്മളെ അടുപ്പിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ എത്ര വലിയ പരിഗണനയിൽ, അള്ളാഹുവിന്റെ എത്ര കാവലിൽ, സംരക്ഷണത്തിൽ നമ്മൾ ചോദിച്ചാൽ പിന്നെ അള്ളാഹു തരും.
നമ്മൾ പ്രതീക്ഷിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രതീക്ഷ പുലർത്തും. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഫലീകരിക്കും. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു വഴിമാറ്റും. കാരണം നമ്മൾ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്, അള്ളാഹുവിന്റെ അഹ്ലുകാരാണ്, കുടുംബക്കാരാണ്. എന്തുകൊണ്ട് നമ്മൾ അഹ്ലുൽ ഖുർആൻ ആയത് കാരണത്താൽ. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ അഹ്ലുകാരായി, ഖാസത്തുകാരായിട്ട് ഇഹത്തിൽ തുടരണം. പരത്തിൽ അള്ളാഹുവിന്റെ അർശിന് കീഴിൽ സമ്മേളിക്കണം. ആ മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله وبركاته. ജസാക്കല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്ക്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ നല്ല രൂപത്തിൽ വളരെ ഇൽമിയായ ഒരു ക്ലാസ് ആണ്. പ്രത്യേകിച്ച് ഖുർആൻ പഠിതാക്കൾക്ക് ഏറ്റവും മോട്ടിവേഷൻ ആകുന്ന നല്ല ഉപദേശങ്ങളാണ് നമുക്ക് ഈ ചുരുങ്ങിയ സമയങ്ങളിലൂടെ കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കുക. അള്ളാഹു അതിന് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചില സഹോദരങ്ങൾ സൂചിപ്പിച്ചത്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ക്ലാസ് കേൾക്കുന്നത്. ഒരു സഹോദരി പറഞ്ഞത് ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്, മക്കളും ഉമ്മയും ഉപ്പയും ഭാര്യാഭർത്താക്കന്മാരും. ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് പഠിക്കുന്നത്, എഴുതിയെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇത്തരം ഖുർആൻ ക്ലാസ്സുകളിൽ ഒരു കുടുംബസമേതം ഒന്നിച്ചിരുന്നത് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ മാറാൻ എല്ലാവരും പരിശ്രമിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മൾ വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇളക്കമുണ്ടാകണമെന്നും പ്രതികരണങ്ങൾ ഉണ്ടാകണമെന്നും അപ്പോഴാണ് ഖുർആൻ നമ്മിൽ സ്വാധീനിക്കുക എന്നും പറഞ്ഞാണ് അബ്ദുൽ ജബ്ബാർ മദീനി ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത്. കാരുണ്യത്തിൻ്റെ വചനം വരുമ്പോൾ അള്ളാഹുവിനോട് റഹ്മത്തിനെ തേടണമെന്നും ശിക്ഷയുടെ വചനങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ ചോദിക്കണമെന്നും സന്തോഷ വാർത്തകൾ വരുന്ന, സ്വർഗത്തെപ്പറ്റി വരുന്ന ആയത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കണമെന്നും അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്ന ആയത്തുകൾ വരുമ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കണമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓതുന്ന ആയത്തുകളുടെ അർത്ഥം നാം അറിയണം. അല്ലാതെ ഒരിക്കലും നമുക്കതിന് സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് ആസ്വാദ്യകരമാകണമെങ്കിൽ സംഗീതമടക്കമുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്ന് പഠിതാക്കളാകുമ്പോൾ മാത്രമാണ് ഖുർആനിൻ്റെ യഥാർത്ഥ ആസ്വാദകരായി നമുക്ക് മാറാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഖുർആനിലൂടെ ആസ്വാദനവും ഹരവും ഒക്കെ കണ്ടെത്തിയത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളെ ചില വചനങ്ങൾ സ്വാധീനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ സ്വാധീനിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നും നമ്മുടെ ഷേഖ് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കാരുണ്യത്തിന് വേണ്ടി തേടുകയും നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടുകയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഖുർആനിൻ്റെ അഹ്ലുകാരായി നമുക്ക് ഇവിടെ ഈ ഒരു സദസ്സിൽ, ഈ ഒരു സംരംഭത്തിൽ നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചതുപോലെ നാളെ പരലോകത്തും ഖുർആനിൻ്റെ അഹ്ലുകാരായി ആളുകളായി ഇൻഷാ അല്ലാഹ് നമുക്കവിടെ ഒത്തുചേരാൻ സാധിക്കണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു പ്രഭാത സമയത്ത് അൽഹംദുലില്ലാഹ് വലിയൊരു വിഭവമായിട്ടാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ലഭിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യശ്വാസം നിലയ്ക്കുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങളെ അമലിലേക്ക് കൊണ്ടുവരാൻ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലാസ് എടുത്ത് തന്ന ജബ്ബാർ മദീനിക്ക് നന്ദി അറിയിക്കുന്നതോടൊപ്പം അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഇൽമിനെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.